ഹരേ കൃഷ്ണ. ഗുരുവായൂർ ക്ഷേത്ര ദർശനം പൂർണ്ണമാകണമെങ്കിൽ മമ്മിയൂർ ശിവക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തണമെന്നത് ഒരു ആചാരമാണ്. അതിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഗുരുവായൂരപ്പന്റെ വിഗ്രഹം അതിവിശിഷ്ടമായ പാതാള അഞ്ജനശിലയാണ്. വിഗ്രഹപ്രതിഷ്ഠയ്ക്കായി ഉചിത സ്ഥാനം തേടി ദേവഗുരുവും വായുവും രുദ്രതീർത്ഥക്കരയിലെത്തി. രുദ്രതീർത്ഥത്തിൽ മുങ്ങിക്കിടന്ന് ഭഗവാൻ ശിവൻ മഹാവിഷ്ണുവിനെ തപസ് ചെയ്യുന്ന കാലം ഉചിതമായ സ്ഥലം ഇതുതന്നെയെന്ന് മഹാദേവൻ നിർദ്ദേശിച്ചു. ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠ നടത്തി. പരമശിവൻ രുദ്രതീർത്ഥത്തിന്റെ മറുകരയായ മമ്മിയൂരിലേക്ക് മാറി പാർവതീ സമേതനായി മമ്മിയൂരിൽ കുടികൊണ്ടു. മഹാദേവന്റെ മഹിമ ദേവന്മാർ വാഴ്ത്തി. മഹാദേവൻ കുടികൊണ്ട സ്ഥലം മഹിമയൂർ എന്നും പിന്നീട് മമ്മിയൂർ എന്നും അറിയപ്പെട്ടു. പുരാതന കേരളത്തിലെ പ്രധാനപ്പെട്ട 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് മമ്മിയൂർ ശിവക്ഷേത്രം. ഗുരുവായൂർ ക്ഷേത്ര ദർശനം പൂർണ്ണമാകണമെങ്കിൽ മമ്മിയൂരപ്പനെ കൂടി തൊഴണമെന്ന വിശ്വാസത്തിന് ആധാരമായ ഐതിഹ്യം ഇതാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും 300 മീറ്റർ മാത്രം ദൂരത്താണ് കലിയുഗാരംഭത്തോളം പഴക്കമുള്ള മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. ക്ഷേത്ര ചുറ്റമ്പലവും പ്രദക്ഷിണവരിയും ഇപ്പോൾ പുനർനിർമ്മാണത്തിന്റെ പാതയിലാണ്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകളായ ശ്രീ മഹാദേവനും മഹാവിഷ്ണുവിനും തുല്യ പ്രാധാന്യത്തോടു കൂടിയുള്ള ക്ഷേത്ര ചടങ്ങുകളാണ് നടന്നു വരുന്നത്. മമ്മിയൂർ ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകളോടനുബന്ധിച്ച് ശ്രീഭൂതബലിക്കും പ്രധാന വഴിപാടായ ഉദയാസ്തമന പൂജയ്ക്കും എഴുന്നള്ളുന്നത് മഹാദേവനും മഹാവിഷ്ണുവും ഒരുമിച്ചാണ്. മഹാമൃത്യുഞ്ജയഹോമം, ഉമാമഹേശ്വര പൂജ, ഏകാദശ രുദ്രാഭിഷേകം, പ്രദോഷധാര, ഉദയാസ്തമന പൂജ ഉൾപ്പെടെയുള്ള ചുറ്റുവിളക്ക്, വാരമൂട്ട് വഴിപാട്, ലക്ഷ്മി നാരായണ പൂജ, ഭഗവതിക്ക് പൂമൂടൽ, ഫലസിദ്ധിയാർന്ന മുട്ടറക്കൽ എന്നീ വഴിപാടുകൾ ഏറെ പ്രാധാന്യത്തോടെ നടത്തപ്പെടുന്നു. ഗുരുവായൂരപ്പന്റെ ദിവ്യ വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് കാരണഭൂതനായ ശ്രീ മഹാദേവൻ പാർവതീ സമേതം സകുടുംബം വാഴുന്ന ക്ഷേത്രമാണ് മമ്മിയൂർ മഹാദേവ ക്ഷേത്രം. ശ്രീ മഹാവിഷ്ണു പ്രതിഷ്ഠയ്ക്ക് പുറമെ ഭഗവതിയും അയ്യപ്പനും സുബ്രഹ്മണ്യസ്വാമിയും നവനാഗങ്ങളും ഉപദേവതകളായി കുടികൊള്ളുന്നു. ക്ഷേത്രത്തിന്റെ വടക്കു പടിഞ്ഞാറേ മൂലയിൽ പ്രത്യേകം തീർത്ത ശ്രീകോവിലിലാണ് അത്യുഗ്ര ദേവതയായ ഭദ്രകാളി കുടികൊള്ളുന്നത്. വനദുർഗാ സങ്കല്പത്തോടു കൂടിയുള്ള ഭദ്രകാളിയുടെ ശ്രീകോവിലിന് മേൽക്കൂരയില്ല. ഇതിനടുത്തുള്ള തറയിലാണ് നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉദയാസ്തമന പൂജയുടെ ഒരു വിഹിതം മമ്മിയൂർ ക്ഷേത്രത്തിലേക്ക് നൽകുന്ന പതിവ് ഇന്നുമുണ്ട്. ഗുരുവായൂർ ദേവസ്വം കൃഷ്ണനാട്ടം കളരി പൊളിച്ചു പണിതപ്പോൾ കുറച്ചു കാലം കളരി നടത്തിയിരുന്നത് മമ്മിയൂർ ക്ഷേത്രത്തിലാണ്. ഇന്നും ശിവരാത്രി ദിവസം മമ്മിയൂർ ക്ഷേത്രത്തിൽ കൃഷ്ണനാട്ടം നിർബന്ധമാണ്. മമ്മിയൂർ ശിവക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം മഹാശിവരാത്രി തന്നെയാണ്. ലക്ഷാർച്ചനയും കുങ്കുമാഭിഷേകവും വിശേഷം തന്നെ. ജനുവരി 1 തുടങ്ങി 11 അവസാനിക്കുന്ന മഹാരുദ്രയജ്ഞം മമ്മിയൂർ ക്ഷേത്രത്തിലെ വിശേഷപ്പെട്ട ചടങ്ങാണ്. 3 അതിരുദ്ര മഹായജ്ഞങ്ങളും ഇതിൻ്റെ തുടർച്ചയായി 25 മഹാരുദ്രയജ്ഞവും നടന്ന കേരളത്തിലെ ഏക ക്ഷേത്രവും കൂടിയാണ് മമ്മിയൂർ ശിവക്ഷേത്രം. പ്രദോഷവ്രതം, തൈപ്പൂയം, വിഷുക്കണി, കർക്കിടക മാസാചരണം, അഷ്ടമിരോഹിണി, വിനായക ചതുർത്ഥി, ഉത്രാടം കാഴ്ചക്കൊല സമർപ്പണം, നവരാത്രി നൃത്ത സംഗീതോത്സവം, മണ്ഡലവിശേഷം, ദേശവിളക്ക് എന്നിവ മമ്മിയൂർ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങളാണ്. കന്നിമാസത്തിലെ ആയില്യം എന്നീ ആഘോഷങ്ങളോടനുബന്ധിച്ച് നാഗങ്ങൾക്ക് നാഗപ്പാട്ടും നാവേർപ്പാട്ടും സർവനാഗദോഷ പരിഹാരങ്ങൾക്കായി സർപ്പബലിയും നടത്തപ്പെടുന്നു. മമ്മിയൂർ ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്തവർ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ ഭഗവതിയെ തൊഴുത് പ്രദക്ഷിണം വെച്ച് ശ്രീകോവിലിൻ്റെ കിഴക്കു വടക്കേ മൂലയിലെത്തുമ്പോൾ വടക്കു പടിഞ്ഞാറ് ദിശ നോക്കി മമ്മിയൂരപ്പനെ സങ്കല്പിച്ച് പ്രാർത്ഥിച്ചാലും മമ്മിയൂർ ദർശനത്തിൻ്റെ പുണ്യഫലം ലഭിക്കും. ഭക്തവത്സലനും കാരുണ്യമൂർത്തിയുമായ മഹാദേവന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ.